ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സമയത്തെ നമ്മൾ പോലും അറിയാതെ പാഴാക്കാനായി കാരണമാകുന്ന, അതുവഴി നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ചില ശീലങ്ങളെക്കുറിച്ച് പറയാനാണ്. 6 ബിഗ്ഗസ്റ്റ് ടൈം വേസ്റ്റേഴ്സ്. ഇതിൽ ആദ്യത്തേതാണ് വാച്ചിങ് TV ആൻഡ് യൂസിങ് സോഷ്യൽ മീഡിയ. സോ ഇതിനെപ്പറ്റി കൂടുതലൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഓവറായി യൂസ് ചെയ്യുന്നവരാണ്. സോ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് എല്ലാം നമ്മുടെ വിലപ്പെട്ട സമയത്തെ വളരെയധികം പാഴാക്കാനും ഇമ്പോർട്ടൻ്റായ പല കാര്യങ്ങളെയും ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കാനും കാരണമാകാറുണ്ട്. അതുപോലെ ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ, TV സീരീസ് എല്ലാം കാണുന്നത് പതിയെ നമ്മുടെ അഡിക്ഷനായി മാറാനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അമിതമായി യൂസ് ചെയ്യുന്നത് നമ്മളെ ഇതിലേക്ക് അഡിക്റ്റഡ് ആവാനും അതുവഴി നമ്മുടെ സമയം ഒരുപാട് പാഴാകാനും നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറയാനും നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനും കാരണമാകും. സോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം എത്രത്തോളം പാഴാക്കാറുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ടാമത്തേതാണ് പ്രോകാസ്റ്റിനേഷൻ. പല കാര്യങ്ങളും നീട്ടിവെച്ച് പിന്നീട് അത് വലിയൊരു ഭാരമായി മാറാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നീട്ടിവെക്കുന്നത് സമയം പാഴാക്കാനും അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും അതുവഴി ആത്മാഭിമാനം കുറയാനും കാരണമാകും. നമ്പർ 3, സേയിങ് യെസ്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ യെസ് എന്ന മറുപടി കൊടുക്കുന്നത് കൊണ്ട് പലപ്പോഴും അനാവശ്യമായ പല കാര്യങ്ങളിലേക്കും നമ്മൾ ചെന്നുപെടാറുണ്ട്. സോ ഇത്തരത്തിൽ എല്ലാത്തിനോടും യെസ് പറയുകയും നോ എന്ന് പറയാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇത്തരം കാര്യങ്ങൾ അമിതമായ പ്രതിബദ്ധത, ക്ഷീണം, സ്വയം പരിചരണത്തിനോ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ പിന്തുടരാനോ ഉള്ള സമയക്കുറവ് എന്നിവയിലേക്ക് നയിച്ചേക്കാം. സ്വന്തം ക്ഷേമത്തിനും ഉത്തരവാദിത്തങ്ങൾക്കും മുൻഗണന നൽകുന്നതിന് ആവശ്യമുള്ളപ്പോൾ നോ എന്ന് പറയാൻ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്പർ 4, പെർഫെക്ഷനിസം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ പെർഫെക്റ്റായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും അത് വളരെ പെർഫെക്റ്റായി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒരു വീക്ക്നെസ്സായി മാറാതിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ബിക്കോസ് എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിൽ പെർഫെക്ഷനിസം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് പലപ്പോഴും നെഗറ്റീവായ പല കാര്യങ്ങൾക്കും കാരണമായേക്കാം. പൂർണ്ണത പലപ്പോഴും അമിതമായ സമ്മർദ്ദം, പരാജയത്തിനോടുള്ള ഭയം, നീട്ടിവെക്കൽ എന്നിവയിലേക്ക് നയിക്കുന്നു. അപകടകരമായ സാധ്യതകൾ എടുത്ത് അവയിൽ നിന്നും പഠിക്കുന്നതിന് പകരം തെറ്റുകൾ ഒഴിവാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഇത് ക്രിയേറ്റിവിറ്റിയെയും നവീകരണത്തെയും തടസ്സപ്പെടുത്തുന്നു. അഞ്ചാമത്തേതാണ് മൾട്ടി ടാസ്കിങ്. ഒരു വ്യക്തിക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ മൾട്ടി ടാസ്കിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളുടെ വർക്കിലുള്ള ഫോക്കസും ഉൽപ്പാദനക്ഷമതയും ജോലിയുടെ ഗുണനിലവാരവും കുറയ്ക്കുന്നതാണ്. മൾട്ടി ടാസ്കിങ്ങിൽ ഏർപ്പെടുമ്പോൾ ഇത് ശ്രദ്ധ വിഭജിക്കുകയും പിശകുകൾ, വർദ്ധിച്ച സമ്മർദ്ദം, ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾക്കെല്ലാം ഇടയാക്കുന്നു. നമ്പർ 6, വറിയിങ്. വെറുതെ അനാവശ്യമായി പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിരിക്കുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലതപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു രീതിയിലും ഗുണമോ മെച്ചമോ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് അത് പല രീതിയിലും നമ്മളെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ അമിതമായ അനാവശ്യമായ ആകുലതകൾക്ക് കാര്യമായ സമയവും മാനസിക ഊർജവും ചിലവഴിക്കാൻ സാധിക്കും. ഇത് നമ്മളിൽ ആൻസൈറ്റി ഉണ്ടാകാനും നമ്മളുടെ ഉൽപ്പാദനക്ഷമത കുറയാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും കാരണമാകും. സോ ഈ പറഞ്ഞ 6 കാര്യങ്ങൾക്കും നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി, മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയെ സ്വാധീനിക്കാനായി സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.